പോരാളികളാണിവർ. എത്ര പറഞ്ഞാലും മതി വരില്ല ഇവരുടെ സേവനം. നമുക്കൊപ്പം ചേരുന്നുണ്ട് ഈ സ്കൂബ ടീം. ടെക്നിക്കൽ ഡയറക്ടർ റാഷിദ്, ടീം അംഗങ്ങളായ അനു എസ് പി, സുഭാഷ് കെ ബി, ഡിനുമോൻ വി, സുനയൻ കെ എന്നിവർ നമുക്കൊപ്പം ചേരുന്നു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. 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 ശ്രീ റാഷിദാണ് നടക്കിയിരിക്കുന്നതെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ നന്നായിരിക്കും. ഞാൻ അബ്ദുൾ റഷീദ്, ഫയർഫോഴ്സിൻ്റെ റീജിയണൽ ഫയർ ഓഫീസറാണ്, തിരുവനന്തപുരം റീജിയണൽ ഫയർ ഓഫീസർ. ഓക്കെ, ഇടതുവശത്തിരിക്കുന്നത് ഞാൻ ഗൈഡ് അസിസ്റ്റന്റ് ഓഫീസറാണ്, സ്കൂബ ഡൈവിംഗ് ടീമിലെ മെമ്പർ. ഞാൻ സുഭാഷാണ് സാർ. ഓക്കെ, സുഭാഷ്. ഓക്കെ, രണ്ടാമത്തെ ആൾ സുജയനാണ്. സുജയൻ, സീനിയർ ഫയർ ഓഫീസർ, ഗ്രേഡ് മെക്കാനിക്. സുജയൻ, സുനയനല്ല, സുജയൻ. സുജയനാണ്. ഓക്കെ, ഞാൻ സുജയൻ എന്നാണ് അങ്ങേ ലൈവിൽ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പെട്ടെന്ന് സുനയൻ എന്ന് കണ്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. താങ്കളല്ലേ അത്? താങ്കൾ ചിത്രം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി. ഞാൻ റാഷിദിൽ നിന്ന് തുടങ്ങാം എന്ന് തോന്നുന്നു. എല്ലാവർക്കും കേരളത്തിനൊരു ബിഗ് സല്യൂട്ട് ഇന്നത്തെ ദിവസം. ഞങ്ങളുടെ റിപ്പോർട്ടർ ഇപ്പോൾ ടി വി പ്രസാദ് പറഞ്ഞതുപോലെ നിങ്ങളിപ്പോൾ ഒരു പ്രാഥമിക ചെക്കപ്പൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് ടീമിലേക്ക് എത്തി വീണ്ടും ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ മടങ്ങിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ അനുഭവത്തെക്കുറിച്ച് ചോദിക്കാം. അത് പ്രേക്ഷകർ കൂടി അറിയേണ്ടതാണ്. എത്രമാത്രം ദുർഘടമായിരുന്നു നിങ്ങളുടെ ഈ ഉത്തരവാദിത്വം എന്നുള്ളത്. റാഷിദ്, എത്ര മണിക്കൂർ ശരിക്കും നമ്മളവിടെ ചെലവഴിച്ചിട്ടുണ്ടാവും? നമ്മൾ ഈ രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത് 13-ാം തീയതി രാവിലെ 11:02 നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. ആ 11:02 നമ്മൾ ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട നമ്മൾ ഏതാണ്ട് നമുക്ക് 5 മിനിറ്റിനകത്ത് അവിടെ എത്താൻ സാധിക്കും. അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇന്നലെ രാവിലെ 9 മണിയോടെയാണ് നമ്മൾ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അതായത് 2 ദിവസത്തിന് പുറത്ത് 2 ദിവസം നമ്മൾ ഈ രക്ഷാപ്രവർത്തനം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ റാഷിദ്, നമുക്കൊപ്പം അനുവും സുഭാഷും ഡിനുവും സുജയനും ഉണ്ട്. ഇതിൽ എത്ര പേരാണ് ആ മാൻഹോളിലേക്ക് ഇറങ്ങിയത്? എനിക്ക് തോന്നുന്നു ഞാൻ സുജയനെ കണ്ടിരുന്നു. കാര്യം ഞാൻ തുടർച്ച രാവിലെ ലൈവ് ചെയ്യുന്ന സമയത്ത് സുജയനും വിജിനും പിന്നെ മറ്റൊരാൾ സന്തോഷും കൂടി ഉണ്ടായിരുന്നു ആ സമയത്ത്. സുഭാഷാണോ ഇതിന് നേതൃത്വം നൽകിയത്, ഈ സ്കൂബ ഡൈവിംഗ് ടീമിന് നേതൃത്വം നൽകിയത്? അതെ സാർ, അതെ. നമ്മുടെ മൊത്തം നമ്മൾ 43 പേരാണ് അവിടെ വെള്ളത്തിലും ടണലിലുമായിട്ട് ഇറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയത്. ഇതിൻ്റെ സ്കൂബ ഡൈവിംഗ് ടീമിന് നേതൃത്വം നൽകിയത് ശ്രീ സുഭാഷാണ്. സ്കൂബ ഡൈവിംഗ് ടീമിലെ 11 പേരാണ് ഈ ടണലിനുള്ളിലേക്ക് ഡൈവ് ചെയ്തത്. ഒരേ ആൾക്കാരല്ല എപ്പോഴും ഡൈവ് ചെയ്യുന്നത്. നമ്മൾ 3 പേര് വീതം അതാണ് 3 പേരുടെ ഒരു ടീമാണ്. 2 പേര് ഡൈവ് ചെയ്യും, ഒരാൾ സർഫസ്മാനായിട്ട് നിൽക്കും. അതാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അത്തരത്തിൽ നേതൃത്വം നൽകിയത് സുഭാഷാണ്. നമ്മുടെ 11 പേര് മൊത്തം ഡൈവ് ചെയ്തു, ബാക്കിയുള്ള ആൾക്കാർ സർഫസിൽ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, സുഭാഷ്, ഈ പലതരത്തിലുള്ള ഡൈവിംഗ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, പലതരം രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും. തെളിഞ്ഞ വെള്ളത്തിൽ, ഒഴുകുന്ന പുഴയിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളങ്ങളിലൊക്കെ. പക്ഷേ ഇതുപോലെ ഒരു മലിനജലത്തിലോ മാലിന്യമുള്ള സ്ഥലത്തോ ഇത് ആദ്യമായിട്ടാണോ നിങ്ങൾ ഇത്തരത്തിലൊരു ഡൈവിംഗ് രക്ഷാപ്രവർത്തനം നടത്തുന്നത് സുഭാഷ്? അല്ല സാർ, അല്ല. ഞങ്ങൾ ഇതേ ആമയിഴഞ്ചാൻ തോട്ടിൽ ഇതിൽ കൂടുതൽ 3-4 രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ടത് ഇതാണെന്നുള്ളതേ ഉള്ളൂ സാർ. ഇതുപോലെ തന്നെ വളരെ ഭീകരമായിരുന്നു ബാക്കിയുള്ള രക്ഷാപ്രവർത്തനങ്ങളും. പായലിനടിയിൽ അകപ്പെട്ടു പോയ ആളുകൾ കഴിഞ്ഞ ഒരു 2 വർഷത്തിന് മുന്നേ തന്നെ സാറ് ഇവിടെ ആസാമിൽ നിന്ന് വന്നൊരു തൊഴിലാളി വെള്ളത്തിലകപ്പെട്ടിരുന്നു. ഈ ആമയിഴഞ്ചാൻ തോടിൽ തന്നെയാണ്. അത് വളരെ പാടുപെട്ടാണ് ഞങ്ങളന്ന് എടുത്തത്. ഇതുപോലെ തന്നെയുള്ള വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു ജോബായിരുന്നു അന്ന്. അതും ഇത് തന്നെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. സുഭാഷ്, ഈ ഇറങ്ങാൻ പോകുന്ന സമയത്തെ ഈ ആമയിഴഞ്ചാൻ തോട് കാണുമ്പോൾ കറുകറായിരിക്കുകയാണ്. നമ്മളിത് രാവിലെ സംപ്രേഷണം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ആ ഭാഗത്തെ വെള്ളം നമുക്ക് കാണാൻ പറ്റില്ല. 0 വിസിബിലിറ്റിയാണ് ഇന്നലെ നിങ്ങൾ പറഞ്ഞതുപോലെ. അപ്പോൾ ആ വെള്ളം കാണുന്ന സമയത്ത് അതിനുള്ളിലൊരു ജീവനുള്ളത് തിരിച്ചു പിടിക്കുകയും വേണം, ഈ വെള്ളത്തിൽ ഇറങ്ങുകയും വേണം. ചുറ്റുപാടുമുള്ളത് മുഴുവൻ മലിന വസ്തുക്കളുമാണ്. എന്തായിരുന്നു അപ്പോൾ ഒരു മനസ്സിലുണ്ടായിരുന്നത് സുഭാഷ്? സാർ, ഒരു ഫയർ സർവീസുകാരനെന്ന നിലയിൽ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു ജീവന് മാത്രമേ നമ്മൾ വില നൽകാറുള്ളൂ. നമ്മുടെ കാര്യം പോലും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. നമ്മളവിടെ കാണുന്നത് വേസ്റ്റിൻ്റെ ഒരു ഭയങ്കരമായ ഒരു അവസ്ഥയാണ് അവിടെ കാണുന്നത്. പക്ഷേ അതിനടിയിലാണ് ഒരാൾ അകപ്പെട്ടിരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് അയാളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമേ ഞങ്ങളുടെ മനസ്സിലുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സ്കൂബ ടീം എല്ലാവരോടും കൂടെ ആലോചിച്ചു എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക. അപ്പോൾ ആദ്യം നമുക്ക് അവിടെ ഒരു വഴി ഉണ്ടാക്കണം. ഇദ്ദേഹത്തെ കണ്ടെത്തണമെങ്കിൽ അവിടെ ഒരു വഴി ഉണ്ടാക്കണം. അതിന് നമ്മളിവിടെ ഇറങ്ങിയാലേ പറ്റൂ എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി അത് ആദ്യം കണ്ട ഒരു വഴിയുണ്ടാക്കാനായിട്ട് അതിന് മുന്നിൽ കണ്ടിരുന്ന ചവറെല്ലാം
ഒരു നെറ്റിലാക്കി മുകളിലോട്ട് വലിച്ചു കയറ്റാൻ പറയുകയായിരുന്നു. അങ്ങനെ ഞങ്ങളും മറ്റു തൊഴിലാളികളുടെ സഹായത്തോടു കൂടി ഇത് വലിച്ച് മുകളിലേക്ക് കയറ്റിയതിന് ശേഷം നമ്മളവിടെ ഒരു എൻട്രൻസ് ഉണ്ടാക്കുകയാണ് ആദ്യം ചെയ്തത്. സുഭാഷ്, ആ എൻട്രൻസിന് തൊട്ട് മുന്നിൽ നിങ്ങൾ അവിടെ എത്തുന്ന സമയത്തും തന്നെ വലിയ മാലിന്യ കൂമ്പാരം ഉണ്ട്. അത് മുഴുവൻ നിങ്ങൾക്ക് മാറ്റേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. ആ ടണലിനുള്ളിലേക്ക് നിങ്ങൾ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്താണ് സുഭാഷ്? ടണലിനുള്ളിലേക്ക് നോക്കുമ്പോൾ ഈ സ്ലാബിന് അടിയിലായിട്ട് ഏകദേശം ഒരു 3 അടി ഘനത്തിൽ വേസ്റ്റിൻ്റെ ഒരു കോൺക്രീറ്റ് പോലെയുള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഈ കോൺക്രീറ്റിൻ്റെ അടിയിൽ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോൺക്രീറ്റ് ഇതാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിനകത്തേക്ക് എങ്ങനെ കടക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് കടന്നു നോക്കാൻ ശ്രമിക്കുമ്പോൾ താഴെയും ഇതുപോലെ തന്നെയുള്ള വേസ്റ്റാണ്, മുകളിലും വേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഒരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലമല്ല അത്. അപ്പോൾ ഇദ്ദേഹത്തെ ഒഴുക്കിക്കൊണ്ട് പോകാനാണെങ്കിൽ അപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല ഒഴുക്കുള്ള അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്രയും വേസ്റ്റ് കിടക്കുന്നത് കൊണ്ട് ഇതിലെവിടെയെങ്കിലും തങ്ങി നിൽക്കും. എത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനകത്തേക്ക് കടക്കണമെന്നുള്ളത് കൊണ്ട് നമ്മൾ 2 ഡൈവേഴ്സിനെ എങ്ങനെ കടക്കാമോ എന്ന് ഞങ്ങൾ കൂടി ആലോചിക്കുകയായിരുന്നു. നമ്മുടെ റീജിയണൽ ഫയർ ഓഫീസർ സാറ് ആ സമയത്ത് അവിടെ ഉണ്ട്. അദ്ദേഹത്തോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം സുരക്ഷിതമായിട്ട് എത്രയും പെട്ടെന്ന് ചെയ്ത് അയാളെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ കണ്ടെത്തുക എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായിട്ട് ഞങ്ങൾക്ക് പ്രവർത്തിക്കാമെന്നറിഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടിയാലോചിച്ച് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ടുള്ള ഞങ്ങൾ 2 ഡൈവേഴ്സിനെ അകത്തോട്ട് വിടാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. ഞാൻ ഇതിൽ എനിക്കൊന്ന് സുഭാഷ്, ഈ സുജയനും സന്തോഷും ഇറങ്ങുന്നത് നമ്മൾ ലൈവായിട്ട് തന്നെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്തു ആ മാനുഹോളിൽ ഇറങ്ങാൻ വേണ്ടി. ഞാൻ സുജയനിലേക്ക് കൂടി ഒന്ന് പോയത്. സുജയൻ, നിങ്ങൾ 3 പേരാണ് ആ മാനുഹോളിൽ ആദ്യം ഇറങ്ങുന്നത് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ആ മാനുഹോളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ധാരണയുമില്ലല്ലോ. കാരണം നിങ്ങൾക്കതിൻ്റെ പ്ലാനൊന്നും കിട്ടിയിട്ടില്ല, സ്കെച്ച് പോലും നമ്മുടെ കയ്യിലില്ല. ഇതെങ്ങോട്ടാണ് പോകുന്നത്, ഏത് ഗർത്തത്തിലേക്കാണ് പോവുക, അതിനുള്ളിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും, ഇതിനെക്കുറിച്ചൊരു ധാരണയുമില്ലാതെയല്ലേ സുജയൻ ഇറങ്ങിയത്? ശ്രീ സുജയൻ, കേൾക്കാമോ അങ്ങേക്ക്? പറഞ്ഞാൽ മതി. ഞാനും അനുവും കൂടെയാണ് ഫസ്റ്റ് നമ്മൾ ഡൈവ് ചെയ്യാൻ തുടങ്ങുന്നത്. നമ്മൾ ലീഡർ എന്നുള്ള നിലയിൽ സുഭാഷ് സാറിൻ്റെ കെയർ ഓഫിലാണ് തുടങ്ങിയത്. തൊട്ടടുത്ത് തന്നെ നമ്മുടെ RFO ഓഫീസർ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ തുടക്കത്തിൽ തന്നെ ആദ്യം ഗ്യാപ്പ് വളരെ കുറവായിരുന്നു. ഇച്ചിരി നമ്മൾ ഇടുങ്ങിയ സ്ഥലത്തൂടെ നമ്മൾ അടിയിൽ കൂടെ പോയിരുന്ന സമയത്ത് മേളിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 3 അടി ഗ്യാപ്പിൽ വേസ്റ്റ് ഉറഞ്ഞിരിക്കുകയും താഴെ ഒരു 1.5-3 മീറ്റർ മാത്രം ഈ ചെളി പോലുള്ള വെള്ളത്തിൽ കൂടി ഡൈവ് ചെയ്ത് അത് നുഴഞ്ഞാൽ പോണത്. അതായത് വേസ്റ്റ്, തുണികൾ, ബാക്കി എല്ലാ വേസ്റ്റിലും കൂടെ നമ്മൾ കൈ കൊണ്ട് മാറ്റി അതിനിടയ്ക്ക് നമ്മൾ എന്തെങ്കിലും തട്ടണമെങ്കിൽ അത് ബോഡി തന്നെയെന്ന് നന്നായി സെർച്ച് ചെയ്ത് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയും പിന്നെ ഇടയ്ക്ക് മേൽഭാഗം വേസ്റ്റും തട്ടും താഴെയാണെങ്കിൽ ചെളിയുമായിരിക്കും. അപ്പോൾ അത് വേസ്റ്റ് തട്ടുന്ന സമയത്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ നീങ്ങുകയും അപ്പോൾ അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് സുജയൻ, ആ മാൻഹോളിൽ ഇറങ്ങി കഴിയുമ്പോഴേ നിങ്ങൾക്ക് ആകെയുള്ളത് ഓക്സിജൻ സിലിണ്ടർ മാത്രമല്ലേ? അപ്പോൾ ഈ ഓക്സിജൻ സപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് പോകുമ്പോൾ ഈ ദുർഗന്ധം നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നുണ്ടോ? നിങ്ങൾക്ക് സ്മെൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അകത്തിറങ്ങുമ്പോൾ? അതോ ഈ ഓക്സിജൻ മാസ്ക് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് പ്രൊട്ടക്റ്റഡ് ആയിരുന്നോ? ഇങ്ങോട്ടൊന്ന് കേട്ടൂടാ. ചോദിച്ചില്ല. സുജയൻ, കേൾക്കാമോ? സുജയന് കേൾക്കാൻ കഴിയുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു സുഭാഷിന് കേൾക്കാമെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ റഷീദിന്. കേൾക്കുന്നവരൊന്ന് അദ്ദേഹത്തോട് ചോദിച്ചാൽ മതിയാവും. കാരണം ഈ ഓക്സിജൻ മാസ്ക് വെച്ചേക്കുന്നത് കൊണ്ട് സുജയൻ എന്താണ് ഫീൽ ചെയ്തത്? ആ സ്മെല്ല് വല്ലാത്ത സ്മെല്ലുള്ളൊരു സ്ഥലമാണല്ലോ. അവിടേക്ക് ഇറങ്ങുകയാണ്, അതിലേക്ക് മുങ്ങാങ്കുഴി ഇടുകയാണ്. ഊളിയിട്ട് ഇറങ്ങി ഏകദേശം 40 മീറ്ററോളം പോയി നിങ്ങൾ. അപ്പോൾ ആ സ്മെല്ല് അടിക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അതല്ല ഈ ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ട് അതിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആയിരുന്നോ? നമ്മൾ ശരിക്കും ഈ സ്കൂബ സംവിധാനം എന്ന് പറയുന്ന ആ സിലിണ്ടറിൽ നിന്നും നമുക്ക് ഫേസിലേക്ക് ഒരു മാസ്ക് വെച്ചിട്ടുണ്ട്. ഈ ഫേസ് മാസ്ക് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് പ്രഷർ മാസ്ക് ആണ്. അതായത് ഈ ഫേസ് മാസ്കിനുള്ളിലേക്ക് സ്കൂബ സിലിണ്ടറിനുള്ളിൽ നിന്നുള്ള എയർ അല്ലാതെ പുറത്തു നിന്നുള്ള എയർ വരാൻ സാധിക്കില്ല. വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ്. കാരണം പുറത്ത് വിഷവാതകങ്ങളായിരിക്കാം. അപ്പോൾ അത്തരം സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരം സ്കൂബ സിലിണ്ടർ വെച്ചിട്ട് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള ഒരു വാതകവും ഈ സ്കൂബ സിലിണ്ടറിൻ്റെ ഫേസ് മാസ്കിനുള്ളിലേക്ക് കടക്കില്ല. അതുകൊണ്ട് അത്ര സ്മെല്ലോ അങ്ങനെയുള്ള ഇഷ്യൂസ് ആ സ്കൂബ ഡൈവ് ചെയ്യുന്നവർക്കുണ്ടാവില്ല, പക്ഷേ പുറത്ത് നിൽക്കുന്നവർക്കുണ്ടാവും. ഓക്കെ, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. ഡിനുമോനും എനിക്ക് തോന്നുന്നു 2 പേര് അനുവും ഡൈവ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരുന്നോ? ഇതിൽ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇരിക്കുന്നതിൽ അനുവും ഡിനുവും സുജയനും ഇറങ്ങിയിരുന്നോ?
അതെ ഇറങ്ങിയത്. അതെ ഫസ്റ്റ് ഡൈവ് ഇറങ്ങിയിരുന്നു, ഇവരെല്ലാവരും തന്നെ ഡൈവ് ചെയ്തിരുന്നു. ഓക്കെ, അനുവിൻ്റെ അടുത്തൊന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അനു, ഇറങ്ങുന്നതൊക്കെ സമയത്ത് ഈ വീട്ടുകാർ ഇതൊക്കെ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയല്ലേ, അപ്പൊ ഇങ്ങനൊരു രക്ഷാപ്രവർത്തനത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യം വീട്ടുകാരെയൊക്കെ അറിയിച്ചിരുന്നോ? ഇല്ല അറിയിച്ചില്ല. കാരണം ഒരു 11 മണിക്ക് കോൾ വരുന്നു. നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു തോട്ടിലാണ്, അപ്പോൾ മുട്ടോളം വെള്ളമുള്ളൂ, നമ്മളിപ്പോൾ പോകുന്നു, ബോഡി എടുക്കുന്നു, തിരിച്ചു വരുന്നു എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വരുന്നത്. നല്ല മഴയുണ്ടായിരുന്നു അപ്പോൾ. അതുകൊണ്ട് വീട്ടുകാരെ ആരെയും അറിയിച്ചില്ല. ഫസ്റ്റിൽ ഈ പറഞ്ഞതുപോലെ സുഭാഷ് സാർ പറഞ്ഞതുപോലെ സിറ്റുവേഷൻ എല്ലാം നോക്കി ഫസ്റ്റ് ഡൈവ് ചെയ്തത് സുജയ് സാറും ഞാനുമാണ് ചെയ്തത്. അപ്പോൾ ആ ഡൈവ് ഈ പറഞ്ഞതുപോലെ ഒരു എൻട്രൻസ് ഉണ്ടാക്കി അതിനകത്തോട്ട് കയറി നമ്മൾ തിരിച്ച് റിവേഴ്സാണ് ഡൈവ് ചെയ്യാൻ പോകുന്നത്. ഡൈവ് ചെയ്ത് പോകാൻ വളരെ ദുർഘടമായിട്ടുള്ളൊരു പാതയായിരുന്നു. കാരണം വേസ്റ്റുകളെല്ലാം അടിഞ്ഞു. ഞാനൊരു അല്പം പാനിക് ആവുകയും ചെയ്തു. കാരണം ഈ വേസ്റ്റുകളെല്ലാം എൻ്റെ പുറത്ത് ഇരിക്കുന്നു. നമ്മൾ കൈകൊണ്ട് മുകളിലോട്ട് കാലുകൊണ്ട് മടക്കി മുകളിലോട്ട് ചവിട്ടിയിട്ടോ ഇതൊന്നും ഒരു അനക്കമില്ല, അത്രയ്ക്ക് സോളിഡായിട്ട് കിടക്കുകയാണ്. അതുപോലെ ഈ സ്കൂബ നമ്മുടെ ഈ സിലിണ്ടറിലൊക്കെ വേസ്റ്റൊക്കെ തട്ടി ഞാനൊന്ന് ചെറുതായിട്ട് മറിയുകയും, നമുക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രെയിനിങ് കിട്ടിയിട്ടുള്ളതാണ്. നമുക്ക് ഏതൊരു പാനിക് സിറ്റുവേഷൻ വന്നാലും നമ്മൾ അതിൽ രക്ഷപ്പെടേണ്ട എല്ലാ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ ടണലിലുള്ള ഒരു അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഇതുവരെ ഒരു പ്രാക്ടീസോ അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല. സുജയൻ സാർ ഇങ്ങനത്തെ കോൾ അറ്റൻഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. സാറ് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് വളരെ കംഫർട്ടായിരുന്നു. നമ്മൾ ആദ്യം പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിനെ പറ്റി ആർക്കും ഒരു ധാരണയില്ല. അനു, അതിനുള്ളിലേക്ക് പോകുന്ന സമയത്തെ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പാനിക് ആകുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഒരു കമാൻഡ് കൊടുക്കുമായിരുന്നോ? ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടോ നിങ്ങൾക്ക്? അതെ, അതാ പറഞ്ഞത്, നമ്മളെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഉണ്ട്. നമ്മളത് ഇല്ലാതെയാണ് ആദ്യത്തെ ഡൈവ് ചെയ്യുന്നത്. നമ്മളതിൻ്റെ പരിസരം എങ്ങനെയാണെന്ന് അറിയുന്നുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമും നമ്മുടെ സിലിണ്ടർ തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ആ സിറ്റുവേഷൻ അല്ല ആ ഒരു സ്ഥലം നമ്മൾ ഡൈവ് ചെയ്ത് നമ്മളതൊന്ന് നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് ലൈനിൽ നമ്മൾ സിഗ്നൽ കൊടുക്കുന്നുണ്ട്. പുറത്ത് നിൽക്കുന്ന സുഭാഷ് സാർ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാലും നമ്മളൊരു 10 മീറ്റർ വളരെ സാവധാനം സെർച്ച് ചെയ്ത് പോയി. അപ്പോൾ സുഭാഷ് സാർ നമ്മൾ തിരിച്ച് വിളിക്കുന്നു, നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കുന്നു, ഓക്കെ ആണോ എന്നെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത ഡൈവ് ഒരു 20-25 മീറ്ററോളം വീണ്ടും ചെയ്യുന്നത്. സുഭാഷ് അവിടെ നിന്ന് കമാൻഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാമായിരുന്നു. ലൈവിൽ നമ്മൾ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ തന്നെ കാര്യങ്ങളാണ് സംഭവിക്കുക. പക്ഷെ നമുക്കതിന് ഡീറ്റെയിലിംഗ് അറിയില്ലായിരുന്നു. അനു, ഈ ഉള്ളിലിങ്ങനെ തപ്പി പോകുന്ന സമയത്ത് അതൊരു സപ്പോർട്ടാണ്. ഈ സീറോ വിസിബിലിറ്റി ആയിരുന്നില്ലേ അനു? അവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. കൈകൊണ്ട് വേണ്ട നിങ്ങൾക്കൊരു മനുഷ്യ ശരീരമാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തിരിച്ചറിയാൻ. അതെ അതിപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തുള്ള മിക്ക കോളുകളും നമ്മൾ അറ്റൻഡ് ചെയ്യുന്നത് സീറോ വിസിബിലിറ്റി തന്നെയാണ്. നമുക്ക് ഇത് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്കിപ്പോൾ കൈകൊണ്ടും കാലുകൊണ്ടും നമ്മൾ ഇങ്ങനെ നമ്മൾ സെർച്ച് ചെയ്ത് പോകുന്നു. നമുക്ക് ബോഡിയിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അത് നമ്മൾ തറവായിട്ട് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ അടുത്ത സെർച്ചിങ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഡിനു ഉണ്ടായിരുന്നു ഈ തപ്പലിൽ പറഞ്ഞതുപോലെ വീട്ടുകാർക്ക്. ഡിനുവിൻ്റെ വീട്ടുകാർ ഇത് അറിഞ്ഞിരുന്നോ ഈ രക്ഷാപ്രവർത്തനത്തിലാണ് പോകുന്നത് എന്നുള്ള വിവരം? അറിഞ്ഞിരുന്നു. അവർക്ക് അല്പം ആശങ്ക ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള രക്ഷാപ്രവർത്തനത്തിനൊക്കെ പോകുന്ന സമയത്ത് വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരിക്കും ഡിനു? വീട്ടുകാർ വളരെ വിഷമത്തിലാണ്. ഞാൻ ഇന്നലെയാണ് വീട്ടിലെത്തുന്നത് രാത്രി. അമ്മയൊക്കെ കെട്ടിപ്പിടിച്ചാണ് ഉമ്മ. അത്രയും വിഷമമുണ്ടായിരുന്നു അവർക്ക്. എന്നെ വിളിച്ച് പലപ്പോഴും ഫോൺ കയ്യിലില്ലാത്തത് കൊണ്ട് വിളിച്ചാലും കിട്ടുന്നില്ലായിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു. അതായത് ദേഹത്ത് ചെളി പുരണ്ടാൽ അടിക്കുന്ന അമ്മയാണ് ഈ ചെളിയിലും ഈ മാലിന്യത്തിലും ഒക്കെ ഡിനു കിടന്ന് മുങ്ങിത്താഴുന്ന ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത്. അതെ തീർച്ചയായും. ഡിനു ഈ ബോഡി കിട്ടുന്നതും ഒക്കെ അമ്മ ലൈവായിട്ട് കണ്ടിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഇതിൽ ഇറങ്ങാൻ പോകുന്ന സമയത്ത് മനസ്സെന്താ വിഷമമുണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞു അമ്മയും ചേച്ചിയും ഒക്കെ. ഇല്ല, നല്ല കോൺഫിഡൻ്റ് ആണ് നമ്മൾ. ഞാൻ ആ മാനുവലിലൂടെ ഇറങ്ങി പവർ ഹൗസിൻ്റെ സൈഡിലേക്ക് ഞാനും അനുവും കൂടെ ആയിരുന്നു ആ ഡൈവ് ചെയ്തത്. അത് വളരെ ദുർഘടം പിടിച്ചതായിരുന്നു. കാരണം പൂർണ്ണമായും വേസ്റ്റ് ആയിരുന്നു. ഒട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതുപോലെ സീറോ വിഷനായിരുന്നു. ലൈറ്റ് അടിക്കുമ്പോൾ മാത്രം ചെറുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും പൂർണ്ണമായിട്ടും എല്ലാ വസ്തുക്കളും ഓരോന്നും എടുത്ത് നോക്കിയാണ് ഞങ്ങൾ പോയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്കത് ആളിനെ എത്രയും പെട്ടെന്ന് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ കയ്യിലൊക്കെ വന്ന് തട്ടുമല്ലോ ചില ഭാഗങ്ങളും അപ്പോൾ അത് പെട്ടെന്ന് ഈ ജോയിയുടെ ശരീരമാണോ എന്ന് തോന്നുമായിരുന്നു ആ സമയത്ത്?
തീർച്ചയായും ചില സമയങ്ങളിൽ സംശയം ഉണ്ടായിട്ടുണ്ട്. ഈ ബെഡ് പോലത്തെ വസ്തുക്കളൊക്കെ കിടന്ന സമയത്ത് നമ്മൾ ഗ്ലൗസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് അറിയുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ആ സമയത്ത് അവിടെ നിന്നതിന് ശേഷം അത് പൂർണ്ണമായും എടുത്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. അപ്പം ഇത് ജോയിയുടെ ശരീരമല്ല, ദുർഘടമായിട്ട് വന്നതിന് ശേഷം ഇറങ്ങുന്നത്. അത് വളരെ നിരാശയോടുകൂടി ഉപേക്ഷിച്ച് വീണ്ടും മുന്നോട്ട് പോകും. ഏകദേശം എത്ര സമയം നിങ്ങൾ ആ ടണലിനുള്ളിലുണ്ടായിരുന്നു? മുന്നോട്ട് പോകും. ഞാൻ 3 തവണയാണ് ഡൈവ് ചെയ്തത്. ഓരോ ഡൈവും അരമണിക്കൂർ അടുപ്പിച്ച് ഉണ്ടാവും ഉള്ളിലേക്ക്. ഓക്കെ സുജയൻ, ഞാൻ ഒന്നുകൂടി സുജയിലേക്ക് ഉള്ളിൽ പ്രധാനമായിട്ടും ബുദ്ധിമുട്ടായിട്ട് വന്നത് പറഞ്ഞോളൂ. പ്രധാനമായിട്ടും ബുദ്ധിമുട്ടായി വന്നത് ഈ നമ്മളെ ടണൽ മാനുവലിലൂടെ ഇറങ്ങി പവർ ഹൗസിലേക്കുള്ള ആയിരുന്നു ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വന്നത്. അവിടെ എന്തൊക്കെയാണ് നമുക്ക് മുന്നിൽ വലിയ തടസ്സങ്ങളായിട്ട് നിന്നത്? അത് എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനൊന്നും പറ്റി കാണത്തില്ലല്ലോ. എന്തൊക്കെയോ ചാക്ക് കെട്ടുകൾ, പ്ലാസ്റ്റിക് കെട്ടുകൾ, അതിനകത്ത് ഉള്ളിൽ എന്താണെന്ന് പോലും നമുക്കറിയില്ലല്ലേ? ഇല്ലില്ല, അതൊന്നും അറിയാൻ പറ്റുന്നില്ല. അടിഭാഗത്ത് അത്രയും ചാക്ക് കെട്ടുകളും മുകളിൽ ഇതുപോലെ വേസ്റ്റിൻ്റെ ഒരു ബെഡ് തന്നെയായിരുന്നു. അത് നമ്മൾ മുകളിലേക്ക് കൈ ഉയർത്തി തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊന്നും വരുന്നില്ല. അത്രയ്ക്ക് കട്ടിയായിട്ടാണ് ഈ വസ്തുക്കളെല്ലാം ഇരിക്കുന്നത്. സുജയൻ, ഈ രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുന്നതിന് 2 ദിവസം മുമ്പാണ് നമ്മൾ കോളറയെക്കുറിച്ചും ഡെങ്കിപ്പനിയെക്കുറിച്ചും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും നമ്മളൊക്കെ വായിക്കുകയും അറിയുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഈ കെട്ടിക്കിടക്കുന്ന മലിനജലമാണ്. അപ്പോൾ മലിനജലത്തിൽ നിങ്ങൾ ചവിട്ടരുത്, പോകരുത് എന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ മാലിന്യത്തിൻ്റെ ഒരു കടലിലേക്ക് ഡൈവ് ചെയ്യാൻ പോകുന്നത്. ആ സമയത്ത് ഈ കോളറ, ഡെങ്കിപ്പനി ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും മനസ്സിൽ വന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരു മനുഷ്യൻ പെട്ടിരിക്കുക, അപ്പം പിന്നെ നമ്മൾ വേറെ ഒന്നുമേ ചിന്തിക്കില്ല. വേറെ മലിനജലമെന്ന വേറെ യാതൊരു ബുദ്ധിമുട്ടുകൾ നമ്മളങ്ങനെ ചിന്തിക്കാറില്ല. എനിക്കതിനകത്തൊരു ഭയം ഉണ്ടായിരുന്നു സുജയൻ. കാര്യം നിങ്ങളുടെ ചെവി ഈ പ്രോപ്പറായിട്ട് ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ അടച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നീട് ഈ നാവികസേനയുടെ സ്കൂബ ഡൈവേഴ്സ് വരുമ്പോഴാണ് അതൊക്കെ മറച്ചിട്ടാണ് അവർ പോകുന്നത്. അപ്പം അത്രയും ഹസാഡസ് ആയിട്ടുള്ളൊരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അൺഹെൽത്തിയാണ്. പ്രതി ഈ ചെവിയിലൊക്കെ ഇത് ഇറങ്ങിയാൽ എന്തായിരിക്കും? ആ സമയത്ത് നിങ്ങളത് എന്താ ചെയ്തത് ഈ ചെവിയിലൊക്കെ വെള്ളം ഇറങ്ങാതിരിക്കാൻ? ചെവിയിൽ വെള്ളം ഇത് ഇറങ്ങി ചെളിയൊക്കെ ചെവിയിൽ കയറും. നമ്മൾ പിന്നെ കഴുകിക്കളയും. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട DGയുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ഇത് കഴിഞ്ഞുടൻ തന്നെ പോകണമെന്ന് പറഞ്ഞ് ചെവി ക്ലീൻ ചെയ്യാനും മറ്റേ ത്വക്ക് രോഗ ഡോക്ടറെയും പ്രതിരോധ ഇഞ്ചക്ഷനൊക്കെ പ്രത്യേകിച്ച് എടുത്തിട്ട് പോകണം. അതിന് ഓഫീസർമാരെ ഏൽപ്പിക്കുകയും അത് നല്ല ഉത്തരവാദിത്തോടു കൂടി ചെയ്തു. ഓക്കെ, ഈ വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് പറഞ്ഞോളൂ. പറയണം. തിരിച്ച് വീട്ടിലേക്ക് പോയപ്പോൾ സഹധർമ്മിണി എന്തു പറഞ്ഞു? വീട്ടിൽ നിന്ന് അത് രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കില്ല. തീരെ മുമ്പ് തന്നെ ഇരിക്കും. കഞ്ഞിയായിരിക്കും വീട്ടുകാർക്ക്. പിന്നെ കാപ്പി തന്നെ അത് പഴം എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. പിന്നെ പ്രാർത്ഥന, ഉള്ളി പ്രാർത്ഥന വരുന്നതുവരെ എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെ ഈ ടീമിലുള്ള വീട്ടുകാരും ശരിക്കും പറഞ്ഞാൽ നിങ്ങളെക്കാൾ കൂടുതൽ ടെൻഷൻ അവരടിച്ചിട്ടുണ്ടാവും അല്ലേ? അതെ, പക്ഷേ തീർച്ചയായിട്ടും എല്ലാവരുടെ വീട്ടുകാരും അതെ. ഓക്കെ, എനിക്കൊന്ന് സുഭാഷേ, ഈ സ്കൂബ ഡൈവിംഗ് ടീം എന്ന് പറയുന്നത് ഈ എത്ര കടലാഴത്തിൽ വേണമെങ്കിലും ഇവരൊക്കെ മുങ്ങിപ്പോയി വളരെ നിഷ്പ്രയാസം കയറി വരുന്ന ടെക്നിക്കൽ സാങ്കേതിക ശേഷിയുള്ളവരാണല്ലോ ഇവർക്കൊക്കെ. ഇവർക്ക് ആ വൈദഗ്ധ്യമൊക്കെ ഉള്ളവരാണ്. പക്ഷേ ഇതുവരെ നേരിടാത്തൊരു ടെറൈനാണിത്. കാരണം ഈ ടണലാണ് എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറിയത്. അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്തൊക്കെ വീട്ടുകാരുടെ മനസ്സെന്തായിരിക്കും എന്നൊക്കെ ആരും ആലോചിക്കാറൊന്നുമില്ല. അങ്ങ് ഇറങ്ങി പോവുക ചെയ്യുന്നത്. വീട്ടുകാർക്ക് വലിയ ടെൻഷനാണല്ലോ. നമ്മളാണെങ്കിൽ ഈ തലസമയം ലൈവ് വെച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ടെൻഷനൊക്കെ എങ്ങനെയാണ് അതിജീവിക്കുക? സാർ, അവർ പ്രാർത്ഥനയൊക്കെ ആയിരിക്കാം അവരുടെ മനസ്സിൽ അപ്പോഴും തോന്നുന്നത്. എങ്ങനെ തിരിച്ചു വരണേ എന്ന് മാത്രം പ്രാർത്ഥിക്കാറുണ്ടായിരിക്കാം. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് അവർക്ക് തീർച്ചയായിട്ടും അറിയാം. എല്ലാവർക്കും, എല്ലാ കുടുംബാംഗങ്ങൾക്കും അറിയാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും ഒരു പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടാകുക എന്നത് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഓരോ കോളുകളും വ്യത്യസ്തമായ കോളുകളായിരിക്കും. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്ര ഡെപ്തിൽ പോകുന്നതിനും നമുക്ക് വലിയ പ്രയാസമില്ല എന്ന് ഞാൻ പറയാം. കോള് അപകടമില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും
അത്ര വലിയ കഠിനമായിട്ടുള്ള ഒരു ഇതായിട്ടല്ല ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ റിക്രിയേഷണൽ ഡൈവിംഗ് തന്നെ ആളുകളുണ്ടെങ്കിൽ അവർ 10-20 മീറ്ററും 30 മീറ്ററും ഒക്കെ പോകാറുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് അതൊരു വിഷയമല്ല. അപ്പോൾ അതുപോലെ നമുക്കും അതുപോലെ ഡൈവ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഇതിൻ്റെ അടിയിലുള്ള നമ്മളൊരു റിക്കവറി ആയിട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ അടിയിലുള്ള അപകടങ്ങളെക്കുറിച്ച് നമ്മൾ മുൻകൂട്ടി ധാരണയൊന്നും കാണത്തില്ല. വെള്ളത്തിൻ്റെ അടിയിൽ ചെല്ലുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് ഇത്ര അപകടകരമായ സ്ഥലത്താണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുപോലുള്ള ടണലിലേക്ക് എത്തുന്നത് ആദ്യമായിട്ടാണ് ഈ ടണൽ എന്നുള്ള സംവിധാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളാരും ചെയ്തിട്ടില്ലാത്ത കാര്യമാണ്. എന്നാൽ പോലും നമുക്കത് ചെയ്യാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഒരുമിച്ച് ജോലി ചെയ്തിട്ടുള്ള ഞങ്ങളുടെ കൂട്ടായ്മ, അതുപോലെ നമ്മുടെ ഓഫീസേഴ്സ് നമുക്ക് നൽകിയ കരുത്ത്, ഇതെല്ലാം ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങളിൽ നമുക്കവിടെ കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശ്രീ സുഭാഷ്, അപകടത്തിലാണ് ഇതിനുശേഷം പിന്നീട് ചില ചിത്രങ്ങളൊക്കെ വന്നത് ഇപ്പോൾ തന്നെ വലിയ വൈറലായിരിക്കുന്നത് ഒരു ഉദ്യോഗസ്ഥൻ ഭക്ഷണം കൊടുക്കുന്നതൊക്കെയാണ്. നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഈ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അത്രയും വലിയ സൗഹൃദം നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടാവുമല്ലേ? എനിക്കൊന്ന് വളരെ ഈഗോ കുറഞ്ഞിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഈ സ്കൂബ ഡൈവേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം തൊട്ട് മുന്നിൽ പോകുന്നവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണല്ലോ. തീർച്ചയായും സാർ ഞങ്ങൾ ഒരുപക്ഷെ വീട്ടിൽ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സമയം ഞങ്ങൾ ഒരുമിച്ചായിരിക്കും എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ശരി. കാരണം ഞങ്ങൾ ലീവിലായിരിക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾ റെസ്റ്റിലായിരിക്കുന്നത് വീട്ടിലായിരിക്കാം. പക്ഷേ ഒരു കോൾ വരുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്. സ്കൂബ ഡൈവേഴ്സിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റീജിയണൽ ഫയർ ഓഫീസറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഫയർ ഓഫീസറോ ഏത് ഭാഗത്തുണ്ടാകുന്ന ഒരു കോളിലായാലും നമ്മൾ ഉടനെ അറിയിക്കും, ഇങ്ങനെ ഒരു കോൾ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് റെഡി ആകണമെന്ന്. അപ്പോഴേ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഏത് സമയത്തായാൽ പോലും, പാതിരാത്രി ആയാലും ശരി, പകലായാലും ശരി, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായാലും ശരി, ഒരു വിവാഹത്തിൽ പങ്കെടുക്കുമ്പോഴായാലും ശരി, ഏത് സമയത്തായാലും ഞങ്ങൾ ഉടനെ തന്നെ അതിന് തയ്യാറാവുകയാണ്. അപ്പോൾ ആ കോളിന് ഞങ്ങളെല്ലാം ഒരുമിച്ചുണ്ടാവും. അപ്പം ഞങ്ങളെ കൂടെ നിൽക്കുന്ന എല്ലാവരും ഒരുമിച്ച് ഏത് സമയത്തും ഒത്തുകൂടും എന്നുള്ളത് കൊണ്ട് ഒരു ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നല്ല കാര്യമാണ്. സുഭാഷ്, ഒരു കാര്യം കൂടി പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാവും. കാര്യം എന്തായാലും ഈ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന ഈ മാലിന്യപ്പുഴയിൽ മുങ്ങി താണിട്ടാണല്ലോ നിങ്ങൾ കരയ്ക്ക് കയറുന്നത്. ഈ മണവും ഈ അഴുക്കുമൊക്കെ പോകാൻ നിങ്ങൾ എന്താ ചെയ്തത്? അതെ സാർ, സോപ്പിന്റെ ബ്രാൻഡ് പറയണ്ട സാർ, ഡെറ്റോളിൽ കുളിക്കുക എന്നുള്ളതാണ് ആദ്യം. അതെ, നമ്മൾ അണുനാശിനി ഉപയോഗിച്ച് കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ സാധാരണ പറയണ്ട, തമാശക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ സാർ, ഡെറ്റോൾ ഉപയോഗിച്ച് കുളിക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കുളിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അതിനുശേഷം നമ്മുടെ ഓഫീസേഴ്സ് ആദ്യം ചെയ്തത് അന്ന് തന്നെ നമുക്ക് മെഡിസിൻ, അതായത് ഡോക്സിസൈക്കിൾ ഗുളിക കഴിക്കാൻ എല്ലാവർക്കും നിർബന്ധിച്ചു. ഡോക്സിസൈക്കിളിനെ ഇവിടെ എത്തിച്ച് എല്ലാവരും കഴിച്ചു, ഓരോ ഡോസ് കഴിപ്പിച്ചു. അതിനുശേഷം TT എടുക്കേണ്ട, ഞങ്ങൾ ഈ ഡൈവ് ചെയ്തവരും വെള്ളത്തിലിറങ്ങിയവർക്ക് എല്ലാവർക്കും TT എടുപ്പിച്ചു. ഇതെല്ലാം നമ്മൾ അതിനോടൊപ്പം ചെയ്തതാണ്. അതിനുശേഷം കടൽക്കുളിയൊക്കെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചു ഇപ്പോൾ നിങ്ങളുടെ കടൽക്കുളിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഒരു കാര്യം കൂടി സുഭാഷ്, ഈ നിങ്ങൾ അത് കഴിഞ്ഞിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോയോ അതോ പ്രഭാത ഭക്ഷണം കഴിച്ചിട്ടാണോ നിങ്ങൾ വന്നത്? പിന്നീട് എങ്ങനെയാണ് ഭക്ഷണം കഴിക്കാൻ മുമ്പിലിരുന്നപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിംഗ്? സാർ, ഞങ്ങൾ ആ കോളിന് വരുമ്പോൾ യഥാർത്ഥത്തിൽ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഞങ്ങൾ ആ കോളിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ കോളിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ആ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞങ്ങളുടെ ഓഫീസേഴ്സാണ് പറഞ്ഞത്, എന്തെങ്കിലും കഴിച്ചേ നിങ്ങൾ ഇറങ്ങാവുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്കത് ശാരീരികമായി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് നിർബന്ധിക്കുകയും അവർ ഭക്ഷണം എത്തിക്കുകയും ചെയ്തപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും കഴുകിയൊക്കെ വരാനായിട്ട്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ തന്നെ പറഞ്ഞു, വേണ്ട, നിങ്ങൾ കൈ കഴുകണ്ട, നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, നമ്മുടെ അടുത്ത് നിന്നാൽ മതി എന്ന് പറഞ്ഞ് അവർ ആ ഭക്ഷണം നമുക്ക് വാരി തരികയാണ് ചെയ്തത്. ആ കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ കണ്ടത്. നമ്മളിത് അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ നിങ്ങൾക്ക് സന്ദേശങ്ങളും മെസ്സേജുകളുമായി വരുന്നുണ്ട്. ശ്രീ റഷീദ്, ഞാൻ അങ്ങയുടെ പേര് റാഷിദ് എന്നാണ് ഞാനിവിടെ ആദ്യം അടിച്ചിട്ടത്, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു, ആ പേര് ഞാനൊന്ന് തിരുത്തുന്നു. ശ്രീ റഷീദ്, ഒരുപാട് പ്രേക്ഷകർ പറയുന്നു കേരള ഫയർഫോഴ്സിന് സിംഹക്കുട്ടികൾക്ക് അഭിവാദ്യങ്ങൾ എന്ന് റാഫി പറയുന്നു, ഷാനവാസ് കമാൽ പറയുന്നു. ഒപ്പം തന്നെ നിങ്ങൾ ഇവർക്ക് പാരിതോഷികങ്ങൾ കൊടുക്കണം. ഇവരുടെ എത്ര അഭിനന്ദനങ്ങൾ കേരളത്തിൻ്റെ സ്കൂബ ടീമിന്, ഫയർ റെസ്ക്യൂ ടീമിന് എന്ന് പറയുന്നു. ബിഗ് സല്യൂട്ട് റിപ്പോർട്ടർ എന്ന്
ശരത്തു പറയുന്നുണ്ട്, ബിപിൻജി പറയുന്നു, മലയാളികളുടെ മുഴുവൻ നന്ദി അറിയിക്കണം. ഒരു ജീവന് വേണ്ടി സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ ഈ ഹീറോസിന് നന്ദി മാത്രം കൊടുത്താൽ പോരാ, നല്ലൊരു തുക ക്യാഷ് പ്രൈസും കൊടുക്കണം എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്. ബിപിൻ നായർ പറയുന്നു. അബ്ദുൽ കരീം പറയുന്നു, കുടുംബത്തിലെ കാര്യങ്ങൾ ചോദിച്ച് മനോവിഷമം ഉണ്ടാക്കില്ലേ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു. ബിഗ് സല്യൂട്ട് എന്ന് ദീപ്തി പറയുന്നു. ഇപ്പോൾ ഗുഡ് മോർണിംഗ് സ്കൂബ ടീമിന് ബിഗ് സല്യൂട്ട് എന്ന് സുമാമോഹൻ പറയുന്നു. നോക്കൂ, ഒരുപാട് പേര് അബീസ് വില്ലേജ് അഭിനന്ദനങ്ങൾ പറയുന്നു, പ്രാർത്ഥനയുണ്ടെന്ന് പറയുന്നു. ഗോപിക പറയുന്നു സ്കൂൾ ടീമിന് അഭിനന്ദനങ്ങൾ, സ്കൂബ ടീമിന് എന്ന് പറയുന്നു. എനിക്ക് തോന്നുന്നു റഷീദ്, കേരളം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളായിരുന്നു. ഈ അഭിനന്ദനങ്ങളെല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. തീർച്ചയായും ഈ നിമിഷത്തിലെ പ്രാർത്ഥനകളും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ദീപാരാജൻ പറയുന്നു, ഇവരോട് തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. രാഹുൽ പറയുന്നു, ദെൻ രാധാകൃഷ്ണൻ പറയുന്നു. അപ്പോൾ ഒരുപാട് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. നമ്മളുടെ കേരളത്തിൻ്റെ അടക്കമുള്ള സ്നേഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ഇത് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് തോന്നുന്നൊരു ഫീൽ ഉണ്ട്, പക്ഷെ അപ്പോഴും ജീവനോടെ രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചില്ല റഷീദ്, ജോയിയെ. നമ്മളുടെ ശ്രമമൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും അതൊരു ദുഃഖമായി നിൽക്കുന്നുണ്ട് അല്ലേ റഷീദ്? ശരിക്കും ഈ 2 ദിവസത്തെ പ്രവർത്തനത്തിനിടയിൽ ഫുൾ ടൈം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നത്, ഇതിനിടയ്ക്ക് ഈ ടണലിൽ നമ്മൾ അത്രയും വർക്ക് ചെയ്യുമ്പോഴും ഈ ടണലിനുള്ളിൽ എവിടെയെങ്കിലും ഒരു എയർ പോക്കറ്റ് ഉണ്ടായിരിക്കുമെന്നും ആ എയർ പോക്കറ്റിൽ ഇയാൾ സുരക്ഷിതമായിട്ട് ശ്വസിക്കാനെങ്കിലും കഴിയുന്ന രീതിയിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയിലായിരുന്നു ഈ 2 ദിവസം പൂർണ്ണമായിട്ടും ഇവർ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെ ഒരു ടീമിനെ നമ്മൾ നയിക്കുന്ന സമയത്ത് നമുക്ക് 2 വശങ്ങളുണ്ട് ഇതിന്. ഒരു വശം വളരെ എളുപ്പമാണ്, കാരണം ഇവർ എന്തും ചെയ്യാൻ സന്നദ്ധരായി, ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ്. എനിക്ക് വളരെ അഭിമാനമുണ്ട് എൻ്റെ ഈ ടീമിനെ കുറിച്ച്. കാരണം എന്തും ഒരു ജീവൻ അവിടെ അപകടത്തിൽ കിടക്കുന്നുണ്ട്, എന്തും അവർ ചെയ്യും. ഇതിൻ്റെ രണ്ടാമത്തെ വശം എന്ന് പറഞ്ഞാൽ ഇവരുടെ സേഫ്റ്റി എന്നുള്ളതാണ്. ഇവർ അല്പമെങ്കിലും ഒരു സാധ്യത കുറച്ചുകൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്കൊരു ടൈമുണ്ട്. നമുക്ക് പരമാവധി 30 മുതൽ 40 മിനിറ്റാണ്. അപ്പോൾ ഇവർ വലിയ വർക്ക് ചെയ്യുന്ന സമയത്ത് 30 മിനിറ്റൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ. എയർ പെട്ടെന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട്, പെട്ടെന്ന് കൂടുതൽ ശ്വസിക്കുന്നതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഓരോ സമയത്തും ഇവർ ഇപ്പോൾ ഉടനെ കാണാൻ സാധ്യതയുണ്ടെന്നുള്ള നിലയ്ക്ക് ഇവർ വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്ക് പോകാൻ ശ്രമിക്കും. അപ്പോൾ അത്തരത്തിൽ ശ്രമിക്കുമ്പോൾ ഈ സമയം തീരുന്നു എന്നുള്ളൊരു ആശങ്ക പുറത്ത് നിൽക്കുന്ന സുഭാഷിനായാലും നിയന്ത്രിക്കുന്ന എനിക്കായാലും എല്ലാവർക്കും വലിയ ആശങ്കയാണ്. അപ്പോൾ ഇവരെ നിർബന്ധമായിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഈ തിരിച്ചു വരാൻ താമസിക്കുന്ന ഓരോ സെക്കൻഡും പുറത്ത് നിയന്ത്രിക്കുന്ന നമുക്ക് വലിയ രീതിയിൽ ദുർഘടമായിട്ടുള്ള നിമിഷങ്ങളാണ്. അങ്ങനെ ഈ 2 വശങ്ങൾ ഇതിനുണ്ട്. പക്ഷേ എങ്കിലും ഈ എല്ലാവരുടെയും പ്രാർത്ഥന, ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും പ്രാർത്ഥന, ഒപ്പം ഒരു കാര്യം കൂടെ സുഭാഷ് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടെ, അതായത് ഇത്തരം മാലിന്യ കൂമ്പാരങ്ങളിൽ അല്ലെങ്കിൽ മാലിന്യം നിറഞ്ഞ തോടുകളിലൊക്കെ മുൻപ് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ഈ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ, ഫയർ സർവീസിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ജനങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇത്തരത്തിൽ മാധ്യമങ്ങൾ കൃത്യമായിട്ട് അവിടെ എത്തിച്ചു കൊടുത്തതിലൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ മാധ്യമങ്ങൾ എത്തിക്കുന്നതിന് കൃത്യമായിട്ട് വലിയ അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. വലിയ നന്ദിയുണ്ട്. പക്ഷേ ഇത് ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഇന്നലെ വിജിലാണെന്ന് തോന്നുന്നു, എനിക്കൊന്നും ഇത് സുജയന് അതിന് മറുപടി പറയാൻ പറ്റുമായിരിക്കും. നിങ്ങൾ തപ്പിയെടുത്ത ഏതോ ഒരു പൊതിക്കകത്തൊക്കെ മനുഷ്യ വിസർജ്യമടക്കം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയായിരുന്നു സുജയൻ? ശ്രീ സുജയൻ, താങ്കൾ കേൾക്കാമെങ്കിൽ എനിക്കൊന്ന് റഷീദ് മറുപടി പറഞ്ഞാലും മതിയാവും. ശ്രീ റഷീദ്, ഈ തപ്പിയെടുത്ത വേസ്റ്റുകളുടെ കൂട്ടത്തിൽ മനുഷ്യ വിസർജ്യം അടക്കം ഉണ്ടായിരുന്നു ആ ഭാഗത്ത് എന്നാണ് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ നമ്മളോട് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ പാക്കറ്റായിട്ട് പല പാക്കറ്റുകളിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിവിട്ടിരുന്ന പല പൊതികളിലും ഇതുപോലെ മനുഷ്യ വിസർജ്യങ്ങളുണ്ടായിരുന്നു. അതേപോലെ ഇവർ മുങ്ങി ഉയർന്നു വരുന്ന സമയത്ത് ഇവരുടെ കഴുത്തിൽ ഒരു മുറിഞ്ഞ പാമ്പ് ഇങ്ങനെ കഴുത്തിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഇപ്പം എലി ഇതേപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു. ശരിക്കും മുറിഞ്ഞ പാമ്പ് ഇത് ആരുടെ കഴുത്തിലാണ് ഉണ്ടായിരുന്നത് റഷീദ്? നമ്മുടെ കൊല്ലത്തു നിന്ന് വന്ന ഡൈവേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷഹീറിൻ്റെ കഴുത്തിലാണെന്ന് തോന്നുന്നു. അത് റെയിൽവേ ട്രാക്കിലൂടെ, എനിക്ക് തോന്നുന്നു ട്രാക്കിലൂടെ പോയ പാമ്പ് മുറിഞ്ഞതാണെന്ന് തോന്നുന്നു. അതിൻ്റെ മാലിന്യം ഒഴുകി ആ ഓടയിൽ വന്ന് വീണിട്ട് ആ പാമ്പിൻ്റെ ഒരു ഭാഗം
ആൾ ഡൈവ് ചെയ്തിട്ട് പൊങ്ങി വന്ന സമയത്ത് കഴുത്തിലുണ്ടായി. കേട്ടോണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം അറപ്പുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾ കാണിച്ച ആ ധീരത എത്ര അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല. എനിക്കത് വായിച്ചു തരാൻ പറ്റാത്തിടത്തോളം മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം ഒന്നാകെ സല്യൂട്ട് നൽകിയ നിമിഷമാണ് ഇത് എന്ന് എല്ലാ പ്രേക്ഷകരും പറയുന്നു. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരുടെയും ഇപ്പോൾ ആശ പറയുന്നു, അരുൺ, എൻ്റെ പ്രാർത്ഥന ടണലിൽ പ്രവേശിച്ച സ്കൂബ ടീം അംഗങ്ങൾക്കൊന്നും പറ്റരുതേ എന്നായിരുന്നു. അത്രത്തോളം ചേർത്ത് പിടിക്കുന്നുണ്ട് പ്രിയപ്പെട്ട റഷീദ്. റിയൽ ഹീറോസ് ആണ് നിങ്ങൾ, കേട്ടോ. നിങ്ങളെ കുറിച്ച് ഇനി എത്ര പറഞ്ഞാലും മതിയാവില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. താങ്ക് യു അനു, താങ്ക് യു സുഭാഷ്, താങ്ക് യു റഷീദ്, താങ്ക് യു സുജയൻ നമുക്കൊപ്പം ചേർത്തതിന്. താങ്ക് യു ഡിനുമോൻ. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നിങ്ങൾ മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നതെങ്കിലും നിങ്ങൾക്കൊപ്പമുള്ള മറ്റ് 13 അംഗ ടീം, 43 അംഗ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൻ്റെ ഉദ്യോഗസ്ഥർ, ഓരോ നിമിഷവും നമ്മുടെ വിളികൾക്ക് വേണ്ടി കാതോർത്തിരിക്കുന്ന നിങ്ങൾ, ഏതു സമയമാണെങ്കിലും അതെല്ലാം നിങ്ങൾ മാറ്റിവെച്ച് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പമുള്ള സമയം പോലും മാറ്റിവെച്ചെത്തുന്ന നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല. നിങ്ങളെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളാണ് പോരാളികൾ. ഹൃദയത്തിൽ നിന്നൊരു സല്യൂട്ട് സർ. താങ്ക് യു.